ഹലോ ഓൾ, വെൽക്കം ടു അനദർ സെഷൻ ഓഫ് ഹിന്ദു ന്യൂസ് അനാലിസിസ്. കൂടുതൽ അറിയുവാൻ, കൂടുതൽ ചർച്ച ചെയ്യുവാൻ നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെയുള്ള പ്രധാന ഒരു വാർത്തയാണ് J&K റീസ്റ്റോഴ്സ് 4G മൊബൈൽ ഇന്റർനെറ്റ് എന്നുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഗവൺമെന്റ് എടുത്തു കളയുകയും അതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്നോണം കേന്ദ്ര സർക്കാർ വാർത്താവിനിമയ ഉപാധികൾ നിർത്തലാക്കുകയും അതിനോടൊപ്പം തന്നെ മൊബൈൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു. എന്നാൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മൊബൈൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയൊരു അവസരത്തിലാണ് ജമ്മു കാശ്മീരിലെ തന്നെ കുറച്ച് ആളുകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ജസ്റ്റിസ് രമണയുടെ നേതൃത്വത്തിലുള്ള ഒരു 3-അംഗ ബെഞ്ച് ഏതൊരു മനുഷ്യന്റെയും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ട ഒരു കാര്യമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് എന്ന ഒരു വിധി പ്രസ്താവം നടത്തുകയും ഉണ്ടായി. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്, അല്ലെങ്കിൽ 19 ക്ലോസ് 1G, അതായത് എല്ലാ വ്യക്തികളും ഇന്റർനെറ്റ് ഇക്കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വ്യാവസായിക ബാങ്കിങ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരവസരത്തിൽ ഇന്റർനെറ്റ് ഒരു ദീർഘകാലത്തേക്ക് വേണ്ടി നിർത്തലാക്കുക എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന ഒന്നാണെന്ന് കോടതി ഒരു വിധിയിൽ പ്രസ്താവത്തിലൂടെ പറയുകയുണ്ടായി. അതിനെ തുടർന്ന് കാശ്മീരിൽ വീണ്ടും ഇന്റർനെറ്റ് ബന്ധം കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇന്റർനെറ്റ് നിരോധിക്കുവാൻ വേണ്ടി പറഞ്ഞത് ടെമ്പററി സസ്പെൻഷൻ ഓഫ് ടെലികോം സർവീസസ് റൂൾസ് 2017 എന്നുള്ള ഒരു നിയമത്തിന്റെ പിൻബലത്തോടെയാണ്. എന്നാൽ ടെമ്പററി സസ്പെൻഷൻ ഓഫ് ടെലികോം സർവീസസ് റൂൾസിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിന് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ആ അവസരത്തിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിക്കാം എന്നുള്ളതാകുന്നു. കോടതി നിരീക്ഷിച്ചത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ടെമ്പററി എന്നുള്ള ഈ ഒരു പദത്തിൽ ഒരു കൃത്യമായ ടൈം ലിമിറ്റ് പറയുന്നില്ല എന്നാണ്. അതായത് ടെമ്പററി എന്നുള്ള വളരെ വേഗമായിട്ടുള്ള ആ ഒരു മീനിങ്ങിൽ കേന്ദ്ര സർക്കാർ ഈ നിയമം ഉപയോഗിച്ച് വളരെയധികം കാലത്തേക്ക് ഇന്റർനെറ്റ് ബന്ധങ്ങൾ അവിടെ പുനഃസ്ഥാപിക്കാതിരിക്കുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്ന് ക്രമസമാധാന പ്രശ്നങ്ങളെ ബാധിക്കും എങ്കിലും ആവശ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് മെഷർ എന്നുള്ള രീതിയിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് നിരോധിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാവൂ എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചതിനെ തുടർന്ന് വീണ്ടും ജമ്മു കാശ്മീരിൽ 4G സൗകര്യങ്ങൾ വീണ്ടും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. GS2 പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ ഈ ഒരു വാർത്താഭാഗം ഇത്തരത്തിലൊക്കെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് നീങ്ങാം. 9-ാം പേജിൽ ഉള്ള മറ്റൊരു പ്രധാന വാർത്തയാണ് നോ ബ്ലാങ്കറ്റ് നോട്ട് ഗിവൺ ഫോർ സർവൈലൻസ്. GS3യിൽ സെക്യൂരിറ്റി എന്ന ഭാഗത്തിൽ വരുന്ന ഈ വാർത്ത വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കേന്ദ്ര സർക്കാർ സ്വകാര്യത മാനിക്കാതെ ആരെയും എപ്പോൾ വേണമെങ്കിലും നിരീക്ഷിക്കാമെന്നുള്ള തരത്തിലൊക്കെ വാർത്ത വന്നത്. ആ വാർത്തയുടെയൊക്കെ മറുപടി എന്നോണം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരിക്കുകയാണ്. ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും നിരീക്ഷിക്കാം എന്നുള്ളതല്ല, മറിച്ച് ഇത്തരത്തിലുള്ള നിരീക്ഷണത്തിന് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അനുമതി വേണം എന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്തയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന്, സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാൽ എന്ത്, നെറ്റ്വർക്ക് ട്രാഫിക് അനാലിസിസ് എന്നാൽ എന്ത്, അല്ലെങ്കിൽ നാറ്റ് ഗ്രിഡ്, അത് മൂന്നാമത്തെ മറ്റൊരു പോയിന്റാണ്. സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാൽ ടെലിഫോൺ കോളുകൾ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം, കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം. ടെലികോം എൻഫോഴ്സ്മെന്റ് റിസോഴ്സ് ആൻഡ് മോണിറ്ററിംഗ് സെൽസ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. നെറ്റ്വർക്ക് ട്രാഫിക് അനാലിസിസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. നേത്ര എന്ന് അതിനെ ചുരുക്കി പറയുന്നു. അത് ഡെവലപ്പ് ചെയ്തത് DRDOയുടെ ഒരു ലബോറട്ടറിയായ സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ആണ്. രഹസ്യാന്വേഷണ ഏജൻസികളായ IBM, റോയും ഒക്കെ ഈ നെറ്റ്വർക്ക് ട്രാഫിക് അനാലിസിസ് എന്നുള്ള ഈ ടൂള് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്റർനെറ്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഓരോ ഡേറ്റയും
പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ചില ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് തരംതിരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നേത്ര അല്ലെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക് അനാലിസിസ്. മൂന്നാമത്തെ ഘടകം നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് ഓർ നാറ്റ് ഗ്രിഡ് എന്നുള്ളതാണ്. രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികൾക്കൊക്കെയും പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ കൂടി ഏത് സമയത്തും റിയൽ ടൈമായി അവൈലബിൾ ആക്കുന്ന ഒരു സിസ്റ്റമാണ് നാറ്റ് ഗ്രിഡ്. നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം. 10ാം പേജിലെ മറ്റൊരു വാർത്തയാണ് രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് ഡബിൾ ഇൻ ലാസ്റ്റ് 10 years. ഇവിടെ രസകരമായ ഒരു കണക്കാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. GS2 പൊളിറ്റി ആൻഡ് ഗവേണൻസിന് താഴെ വരുന്ന വാർത്തയാണ് ഇത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നു അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് 10 വർഷം കൊണ്ട് ഇരട്ടിയായിരിക്കുന്നുവെന്ന്. ഇന്ത്യയിൽ ഉള്ള ആകെ പാർട്ടികളിൽ 3.39% മാത്രമേ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൂ. അത്തരത്തിലുള്ള രജിസ്റ്റേർഡ് പാർട്ടീസിൽ തന്നെ ആകെ 3.56% മാത്രമേ അവരുടെ വരവ് ചിലവ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ളൂ എന്നും പറയുന്നു. എല്ലാ പാർട്ടികളും അവരുടെ വരവ് ചിലവ് കണക്കുകൾ എല്ലാ വർഷവും ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് നിലവിലത്തെ ചട്ടം. അപ്പോൾ നഗ്നമായ ഒരു നിയമലംഘനത്തിന്റെ റിപ്പോർട്ട് കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. ഇനി എന്താണ് രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് എന്ന ഘടകത്തിന് താഴെ ഏതൊക്കെ പാർട്ടികൾ വരാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് എന്ന് വെച്ചാൽ അവ ഒന്നെങ്കിൽ പുതിയതായി രജിസ്റ്റർ ചെയ്ത പാർട്ടികളാകാം, അല്ലെങ്കിൽ പുതിയതായി രജിസ്റ്റർ ചെയ്ത് തിരഞ്ഞെടുപ്പുകളിലൊന്നും പങ്കെടുക്കാത്ത പാർട്ടികളാകാം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തിട്ടും റെക്കഗ്നൈസ്ഡ് ആകാൻ വേണ്ടി മാത്രമുള്ള വോട്ടുകൾ കിട്ടാത്ത പാർട്ടികളാകാം. അങ്ങനെയുള്ള പാർട്ടികളൊക്കെയുമാണ് ഈ അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് എന്നുള്ള ആ ഒരു തരംതിരിവിന് താഴെ വരുന്നത്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. 14ാം പേജിലെ ആദ്യത്തെ വാർത്ത. RBI പറയുന്നു ഗ്രോത്ത് സപ്പോർട്ടീവ് സ്റ്റാൻസ് ആണ് RBIയുടെ മോണിറ്ററി പോളിസിയിൽ എടുത്തിട്ടുള്ളത് എന്ന്. അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്ന് തുടരുന്നതിനോടൊപ്പം CRR റേഷ്യോ വീണ്ടും പഴയ തലത്തിലേക്ക് ഉയർത്തുവാനും RBIക്ക് ഉദ്ദേശമുണ്ട് എന്ന് RBI പറയുകയാണ്. ഇൻഫ്ലേഷൻ റേറ്റ് 6% എന്നുള്ള ലെവലിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിലും അത് കൺട്രോൾഡ് ആണ് എന്നുള്ള മോണിറ്ററി പോളിസി റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ 4.6% എത്തി നിൽക്കുന്നു ഡിസംബർ 2020 കൂടി. കോർ ഇൻഫ്ലേഷൻ 2020 അവസാനത്തോടു കൂടി കുറച്ച് കൂടിയിട്ടുണ്ട് എങ്കിലും ഉള്ളി മാർജിനൽ ആയിട്ടുള്ള ഒരു മോഡറേഷനാണ് എന്നും RBI നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്തയിൽ പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ടത് എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നുള്ളതാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് RBI ഗവർണറും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടിയാണ്. ഈ മോണിറ്ററി പോളിസിയാണ് നമ്മുടെ റിപ്പോ റേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ റേഷ്യോ ഏത് ലിമിറ്റിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അടുത്ത വാർത്ത റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിക്കാൻ സാധിക്കും, അതും ഓൺലൈനായി തന്നെ എന്നുള്ളതാണ്. ഇന്റർമീഡിയറ്ററീസ് കൂടാതെ ഇതുവരെ ആർക്കും ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഇതുവരെയും പർച്ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാൻ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ വാർത്ത പറയുന്നത്. ഗവൺമെന്റിന്റെ പണ ആവശ്യങ്ങൾക്കായി പുറപ്പെടുവിക്കുന്ന സെക്യൂരിറ്റീസിനെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നിലവിൽ ഇതുവരെയും റീറ്റെയിലേഴ്സിന് നേരിട്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഗവൺമെന്റ് അങ്ങനെ സാധാരണക്കാർക്കും കൂടി വാങ്ങിക്കുവാനെന്ന രീതിയിൽ അതിനെ പരിഷ്കരിക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് വെച്ചാൽ വളരെയധികം ബ്രോഡായിട്ടുള്ള ഒരു ബേസ് ആയിരിക്കും ഇങ്ങനെ ഒരു മാറ്റത്തിലൂടെ ഉണ്ടാകുക. ഒരു ഗെയിം ചേഞ്ചർ പോളിസി എന്ന് വേണം തന്നെ ഇതിനെ നിരീക്ഷിക്കേണ്ടി വരും. ഹിന്ദുവിന്റെ 14ാം പേജിലെ മറ്റൊരു വാർത്തയാണ് PSU പ്ലേയിങ് എ റോൾ ഇൻ ഫാം സെക്ടർ വിൽ നോട്ട് ബി സോൾഡ് എന്നുള്ളത്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആയിട്ടുള്ള കമ്പനികൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ള ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് PSU പ്ലേയിങ് എ റോൾ ഇൻ ഫാം സെക്ടർ വിൽ നോട്ട് ബി സോൾഡ് എന്നുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളാണ് ഗവൺമെന്റിന്റെ ഈ പോളിസി കൊണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന പ്ലാനിൽ ഉൾപ്പെടാതെ പോകുന്നത്? കർഷകർക്ക് വിത്തും വിത്തനങ്ങളും നൽകുന്ന പബ്ലിക് സെക്ടർ കമ്പനികൾ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്.
അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങൾ, റിസർച്ചുകൾ നടത്തുന്ന പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഈ 3 പോയിന്റുകളും ഈ വാർത്തയിൽ നിന്നും ഓർത്തിരിക്കേണ്ടതാണ്. വിത്തുകൾ നൽകുന്ന കമ്പനികൾ, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന കമ്പനികൾ, അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ, ഇവ 3ഉം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവയാണ്. ഇവയൊക്കെയാണ് ഇന്നത്തെ ഹിന്ദുവിലെ പ്രധാന വാർത്തകൾ. മറ്റൊരു ന്യൂസ് അനാലിസിസുമായി നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.